നമസ്കാരം. ടി മോഹൻദാസ് വീണ്ടും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ പുലിവാല് പിടിക്കുന്നത് ടി മോഹൻദാസിന് പതിവാണ്. ടി മോഹൻദാസിനെ RSS ബുദ്ധിജീവി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഔദ്യോഗികമായി RSSുമായി ഒരു ബന്ധവുമില്ല. ടി മോഹൻദാസും അവകാശപ്പെടാറില്ല, RSSും അവകാശപ്പെടാറില്ല. ഏറ്റവും ഒടുവിലത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ RSS ഔദ്യോഗികമായി തന്നെ ടി മോഹൻദാസിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിന് RSSുമായി ഒരു ബന്ധവുമില്ല, ടി മോഹൻദാസിന് RSSുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ടി മോഹൻദാസിനെ RSSിൻ്റെ മുഖമായി കാണുന്നു. അതിന് കാരണം ടി മോഹൻദാസ് ഒരു തീവ്ര വലതുപക്ഷ ആശയക്കാരനാണ്. മോഹൻദാസ് കടുത്ത ഹിന്ദുത്വവാദിയാണ്. മോഹൻദാസിൻ്റെ ഹിന്ദുത്വം RSSിൻ്റെയോ BJPയുടെയോ ഹിന്ദുത്വം അല്ല. എന്നാൽ ജനം TV പോലുള്ള മാധ്യമ സ്ഥാപനത്തോടും ഭാരതീയ വിചാര കേന്ദ്രത്തോടുമൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഭാഗികമായി മോഹൻദാസിനെ സംഘി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഹൈന്ദവ ചിന്തകളാണ് മോഹൻദാസിനെ നയിക്കുന്നത്. അതേതെങ്കിലും സംഘടനയുടെ RSSിൻ്റെത് ഉൾപ്പെടെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആലപ്പുഴയിലെ പ്രശസ്തമായ അർത്തുങ്കൽ പള്ളി അത് പൊളിച്ചു മാറ്റണം, അത് ഹൈന്ദവ ആരാധനാലയമാണ് എന്ന് പണ്ടു മുതലേ മോഹൻദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മദർ തെരേസ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നതാണ് മോഹൻദാസിൻ്റെ നിലപാട്. വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ നിന്നപ്പോൾ അതിനെ എതിർത്തയാളാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കേരളീയ സമൂഹത്തിൻ്റെയോ BJPയുടെയോ RSSിൻ്റെ നിലപാടായിരുന്നില്ല മോഹൻദാസിനെ. ഇടയ്ക്കിടെ വിവാദമായ പ്രസ്താവനകൾ നടത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മോഹൻദാസ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്താണ് എംബാപ്പയുടെ നിറത്തെക്കുറിച്ച് കണ്ടാൽ പേടിച്ചു പോകും എന്ന വംശീയമായ അഭിപ്രായ പ്രകടനം നടത്തുന്നതും വിവാദമായതും. പറഞ്ഞ നിലപാട് തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്യുന്നത് മോഹൻദാസിൻ്റെ രീതിയല്ല. അതിന് തുടർച്ചയാണ് മോഹൻദാസ് ഡൽഹിയിലെ സമരത്തെക്കുറിച്ച് പാറ്റകളെ വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു, അവരുടെ ശവം പെറുക്കി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത്. അവിടെ മാത്രം അവസാനിപ്പിച്ചില്ല. പിന്നീട് മോഹൻദാസ് പറഞ്ഞത് ബലാത്സംഗത്തോട് താല്പര്യമുള്ള പെൺകുട്ടികളാണ് പാറ്റക്കൂട്ടമായി ഡൽഹിയിൽ എത്തിയത് എന്നാണ്. ഈ സമരത്തിൽ ആൻറ്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം, അവരുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്, ക്ലീൻ. അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. മോഹൻദാസിന്റെ അഭിപ്രായ പ്രകടനം വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു. RSS പോലും മോഹൻദാസിനെ തള്ളി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് weird dude should be jailed for his mentality alone. An utterly cheap and disgusting statement from RSS ideologue ടി മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞ് അവനും തകർത്തിട്ടുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ടി മോഹൻദാസിനെതിരെ രംഗത്ത് വന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത തെലങ്കാനയിലെ BJP MPയുടെയും കേരളത്തിലെ തീവ്ര വലതുപക്ഷ പ്രഭാഷകൻ ടി മോഹൻദാസിൻ്റെ നടപടി സമരങ്ങൾ അവസാനിച്ചിട്ട് പോലും സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ സംഘപരിവാർ ശക്തികൾ തുടരുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുക എന്ന സംഘപരിവാർ ഉള്ളിലിരിപ്പാണ് ഇത്തരം ക്രൂരമായ പ്രസ്താവനകളുടെ പുറത്തു വരുന്നത്. ഇങ്ങനെ പോകുന്നു പിണറായിയുടെ പ്രസ്താവന. ശ്രീചിത്രൻ ഇങ്ങനെ എഴുതി, ടി മോഹൻദാസ് എന്തൊക്കെയോ പറഞ്ഞു എന്നിവിടെ കാണുന്നുണ്ട്. ഞാൻ അയാളെ കാണാറും കേൾക്കാറുമില്ല, രണ്ടിനും ഉദ്ദേശിച്ചിട്ടുമില്ല. പരിണാമ സിദ്ധാന്തം തെറ്റാണോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന എല്ലാറ്റിൽ നിന്നും മാറി നടക്കാനാണ് കുറേ കാലമായി ശ്രദ്ധിച്ചിട്ടുള്ളത്. ഹോമോ സാപ്പിയൻസിലേക്കുള്ള ദൂരം ഇനിയും ഇത്തരം കുറേ മനുഷ്യരൂപമുള്ള ജീവികൾക്ക് ബാക്കിയാണ്. അവർ മനുഷ്യരെ നോക്കി പറയുന്ന എല്ലാറ്റിനും
മറുപടി പറയുക എന്ന ബാധ്യത ഏറ്റെടുക്കാനൊന്നും സമയവും ജീവിതവും ബാക്കിയില്ല. എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ എഴുതുമ്പോൾ വരാറുള്ള ചാണക കമൻറ്റുകളോടും ഏറെക്കാലമായി നിലപാടാണ്. സംഖ്യകളോട് സംവാദം, മങ്കികളോട് സംഗീതവും ഒക്കെ നടത്താൻ മാത്രം സമയം എനിക്ക് ബാക്കിയുള്ള ആയുഷ്കാലത്തിൽ ഖജനാവിലില്ല. മനുഷ്യരോട് മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ സമയം തികയുന്നില്ല. അപ്പോഴാണ് എച്ച് എഴുതി ടി.ജി. മോഹൻദാസ് എന്ന മനുഷ്യരൂപം ധരിച്ച സംഘവിഷത്തോട് സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ് മനുഷ്യരും ഒത്തൊരുമിച്ച് പ്രതിഷേധിക്കുക. മുമ്പ് പിങ്ക് പാൻറ്റീസ് അയച്ചതുപോലെ അങ്ങനെ ഒരു ശല്യമാകണം ആ മനുഷ്യവേഷധാരിക്ക് നമ്മുടെ പ്രതിഷേധം. അത്തരമൊരു മാർഗം. ഇത്തരത്തിൽ അതിതീവ്രമായ പ്രതികരണം ഒരു വശത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ശശികല ടീച്ചറിനെ പോലുള്ളവർ ടി.ജി. മോഹൻദാസിനെ ന്യായീകരിക്കുന്നുണ്ട്. ടി.ജിക്കെതിരെ കേസെടുത്തിട്ട് പണ്ട് പറവൂരിൽ സതീശൻ സാർ എനിക്കെതിരെ കേസുമായി പാഞ്ഞതുപോലെ ആകേണ്ട രമേശൻ സാറെ, ആദ്യം കുത്തിയിരുന്ന അഭിമുഖം മുഴുവൻ കാണുക, എന്നിട്ട് കേസെടുക്കുക. അല്ലാതെ മാധ്യമങ്ങൾ കണ്ടിച്ച കഷ്ണവുമായി കേസെടുത്താൽ പണിപാളും. അന്ന് എൻ്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ പറ്റിയത് അതായിരുന്നു. എൻ്റെ പ്രഭാഷണം പൂർണ്ണമായി കേൾക്കാതെ ആരോ കട്ട് ചെയ്ത കഷ്ണവുമായി മൂപ്പര് ഹാലിളകി കോലാഹലമുണ്ടാക്കി. ചാനലുകാർക്ക് 2 ദിവസം എന്നെ വെച്ച് ചാകരയായി. പിണറായി തൊട്ട് സദാ സഖാക്കളും സുഡാപ്പികളും കുങ്ങികളും എന്ന് വേണ്ട സർവമാനം മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പ് കല്ലുകരട് കാഞ്ഞിരക്കുറ്റികളും 2 ദിവസം അർമാദിച്ചു. പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഞങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ സതീശിൻ്റെ കേസ് പോലീസ് സ്റ്റേഷൻ്റെ പടി പോലും കാണാതെ ആവിയായി. തല കീഴാക്കാം, തൂക്കുകിടന്ന് അമരത്വം നേടാൻ തപസ് ചെയ്ത ശംഭൂകനെ തപസ് പൂർത്തിയാക്കാൻ അനുവദിച്ച് വരം കൊടുത്ത് അമരനാക്കി പിന്നെ അവനെ കൊണ്ടുള്ള ശല്യം തീർക്കാൻ അവതാരങ്ങൾ എടുക്കുന്നതിന് നല്ലത് ശ്രീരാമചന്ദ്രൻ ചെയ്ത നടപടി തന്നെയാണ്. അങ്ങനെ വരബലം കൊണ്ട് ശല്യമായവരായിരുന്നില്ലേ ഹിരണ്യകശിപുവും രാവണനും ഭസ്മാസുരനും അടക്കം പലരും. ഭരണാധികാരി പലപ്പോഴും ബലവും തന്ത്രവും ഒക്കെ പുറത്തെടുക്കേണ്ടി വരും. ധർമ്മം പുലരാൻ രാമനാമവും രാമബാണവും ഒരുപോലെ ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുറത്തെടുത്തത് തന്ത്രമാണ്. ചിലപ്പോൾ ശക്തമായ ദണ്ഡനീതിയും നടപ്പാക്കേണ്ടി വരും. അപ്പോൾ സംശയിക്കുന്നത് ഒരു നല്ല ഭരണാധികാരിക്ക് ഭൂഷണമല്ലതാനും. അങ്ങനെ ശശികലയുടെ ന്യായീകരണമുണ്ട്. ടി.ജി. മോഹൻദാസ് പറഞ്ഞത് അങ്ങേറ്റം അപലപനീയമാണ്. ജനാധിപത്യ രാജ്യത്ത് സമരം നടത്തുന്നവരെ വെടിവെക്കും എന്നൊക്കെ പറയുന്നത്, അവരുടെ ശവം പെറുക്കുമെന്ന് പറയുന്നത്, പ്രതിഷേധിക്കാൻ എത്തുന്നവർ ബലാത്സംഗം ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് എന്ന് പറയുന്നതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന വാദങ്ങളെയല്ല. എന്നാൽ ഇതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ എന്നത് ഒരു സാങ്കേതികമായ ചോദ്യമാണ്. ടി.ജി. മോഹൻദാസ് വെടിവെച്ച് കൊല്ലാനല്ല ആഹ്വാനം ചെയ്തത്. താനായിരുന്നെങ്കിൽ ഇതായിരിക്കും തൻ്റെ നിലപാട് എന്ന് പറഞ്ഞത് എങ്ങനെ കേസെടുക്കാൻ കാരണമാകും എന്ന് കണ്ടറിയണം. സുരേഷ് ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. ശ്രീ ടി.ജി. മോഹൻദാസിനെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം ചോദിക്കട്ടെ. മോഹൻദാസ് ഒരു അഭിഭാഷകൻ കൂടിയാണ്. എനിക്കറിയാവുന്നിടത്തോളം നിയമത്തെക്കുറിച്ച് നല്ല അവബോധവും കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്താനുള്ള ബുദ്ധിശക്തിയുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയ്ക്കോ നിലവിലുള്ള നിയമങ്ങൾക്കോ വിരുദ്ധമായി എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഒരു രാജ്യത്ത് ഇതിനു മുമ്പ് കർഫ്യൂ പ്രഖ്യാപിക്കുകയോ അതിനെ തുടർന്ന് പോലീസ് വെടിവയ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലേ? എൻ്റെ അറിവിൽ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. അതിൽ നിയമവിരുദ്ധമായി കണക്കാക്കാവുന്ന എന്തെങ്കിലും ഉള്ളതാണോ എന്നതാണ് എൻ്റെ സംശയം. എൻ്റെ വിശ്വാസം കോടതികൾ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വസ്തുതകളുടെയും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പരിശോധിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്നാണ്. ഈ വിഷയത്തിൽ നിയമപരമായി അറിവുള്ളവർ ദയവായി എൻ്റെ സംശയം ദൂരീകരിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ടി.ജി. മോഹൻദാസിൻ്റെ അഭിപ്രായം ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേരുന്നതല്ല. ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നത് ഒട്ടും ഉചിതമല്ല. അതിനോട് യോജിക്കാൻ നീതിബോധമുള്ള പൗരന്മാർക്ക് സാധ്യമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിയമവിരുദ്ധമാണോ, അതിന് പേരിൽ കേസെടുക്കാൻ കഴിയുമോ എന്നത് സാങ്കേതികമായൊരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്താൽ അതിന് നിലനിൽപ്പുണ്ടാവില്ല.